നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളം ഭീകരവാദത്തിന്റെ നഴ്സറിയായി മാറിയിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി. കേരളത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളുടെ സൗഹൃദ മത്സരമാണെന്നും മോദി. നമോ വിളികൾക്കിടയിൽ പറന്നിറങ്ങി മോദി. കാവികടലായി കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം കുറിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. ചെറിയ കണക്കുകൂട്ടലിൽ വലിയ സ്വപ്നങ്ങൾ. പ്രതീക്ഷയും ആവേശവും പങ്കുവച്ച് ചെറുകിട സ്ഥാനാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഭീകരവാദികളുടെ നഴ്സറിയായി മാറിയിരിക്കുകയാണെന്ന് BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. പ്രകൃതി സൗന്ദര്യം കൊണ്ടും മറ്റും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമാകേണ്ട നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. എന്നാൽ ഇടത് വലത് മുന്നണികളുടെ ഭരണപരാജയം കാരണം കേരളം ഭീകരവാദികളുടെ നഴ്സറിയായി മാറിയിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തീവ്രവാദികൾക്ക് ഒളിത്താവളമാക്കി മാറ്റാനാണ് സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. होलिस्टिक हेल्थ केयर के कारण एक प्रकार से केरल टूरिज्म का एक बहुत बड़ा केंद्र बनने की संभावना थी, लेकिन भाइयों बहनों, गॉड्स ओन कंट्री जो टूरिज्म के लिए आगे बढ़ रही थी, आज दुर्भाग्य है कि जो केरल टूरिज्म का केंद्र बन रहा था, वह केरल आज नर्सरी ऑफ टेररिज्म बन रहा है. കേരളത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം LDFന്റെയും UDFന്റെയും സൗഹൃദ മത്സരമാണ്. ഇവർ തമ്മിലുണ്ടാക്കിയ അലിഖിത ധാരണപ്രകാരം 5 വർഷം വീതം ഇരുമുന്നണികളും മാറി മാറി ഭരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം പ്രകൃതി സമ്പത്ത് കൊണ്ടും സമൃദ്ധമാണ്. വിശാലമായ കടലോരവും ആയുർവേദ ഔഷധങ്ങളും യഥേഷ്ടമുണ്ട്. ഇത്രയും അനന്തമായ സാധ്യതകൾ ഉണ്ടായിട്ടും സ്വന്തമായി ഉപ്പ് പോലും ഉൽപ്പാദിപ്പിക്കുവാൻ ഇരുമുന്നണികൾക്കും ഇതുവരെ സാധിച്ചില്ല. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് പകരം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെയാണ് കയറ്റുമതി ചെയ്യുന്നതെന്നും മോദി പറഞ്ഞു. केरल की दुर्दशा इसलिए हो रही है कि यहाँ पर UDF और LDF दोनों की फ्रेंडली मैच चल रही है. UDF और LDF के बीच में अलिखित एग्रीमेंट है, समझौता है कि 5 साल UDF रहेगा, फिर 5 साल LDF रहेगा, फिर 5 साल UDF रहेगा, फिर 5 साल LDF रहेगा. UDF के पाप को LDF नहीं हाथ लगाएगा, LDF के पाप को UDF हाथ नहीं लगाएगा. तुम्हारी चूक मेरी चूक, तुम भी मौज करो मैं भी मौज करूं, यही खेल ये दो लोग कर रहे हैं. ये LDF वाले लाल झंडा लेकर के घूमते हैं. आप देखिए कि कांग्रेस पार्टी तरबूज जैसी है, तरबूज वाटरमेलन जैसी, ऊपर से ग्रीन अंदर से रेड. आज केरल के पास अपना क्या है कोई मुझे बता रहा. राइस बाहर से लाना पड़ेगा, इतना बड़ा समुद्री तट है, सॉल्ट भी बाहर से लाना पड़ता है. भाइयों बहनों, केरल के पास इतना बड़ा समुद्र तट है, अगर केरल चाहे तो पूरे हिंदुस्तान को नमक खिला सकता है, सॉल्ट खिला सकता है. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത് പ്രവാസി മലയാളികളുടെ പണം കൊണ്ടാണ്. എന്നാൽ പ്രവാസികളുടെ ക്ഷേമത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി കോൺഗ്രസോ പ്രതിരോധ മന്ത്രി AK ആന്റണിയോ ഒന്നും ചെയ്യുന്നില്ല. കേരളത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾ ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മുഖ്യമന്ത്രിയും വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. വെടിവെച്ച നാവികർ ഇപ്പോൾ ഏത് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ പ്രധാനമന്ത്രിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും തയ്യാറാകണം.
അതിർത്തി കടന്ന് ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ സൈനികർ വധിച്ചപ്പോൾ പ്രതിരോധ മന്ത്രി AK ആന്റണി പാകിസ്ഥാന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ആന്റണി ശ്രമിച്ചത്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളും കപ്പലുകളും കത്തിനശിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതോടൊപ്പം വ്യോമസേനയിലെ 97% യുദ്ധോപകരണങ്ങളും കാലഹരണപ്പെട്ട് കിടക്കുകയാണ്. ഇതുപോലും അറിയാത്ത മന്ത്രിയാണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ദുർബലമായ ഈ സർക്കാർ ഭരിക്കുന്നത് രാജ്യത്തിന് ആപത്താണ്. അടയ്ക്ക കർഷകർക്കും കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും മോദി പറഞ്ഞു. उसकी खेती करने वाला मेरा किसान, हमारे यहाँ गुजरात में उसको सुपारी बोलते हैं, आज हजारों की तादाद में इन किसानों के भविष्य के लिए क्या कभी दिल्ली की सरकार को कोई योजना बनाने की फुर्सत मिली? मुझे याद है कर्नाटक से, केरल से ये जो किसान एग्रीनेट की खेती करते हैं, मुझे गुजरात में आकर के रिक्वेस्ट करते थे और मेरी सरकार ने उनकी पूरी मदद की थी, लेकिन न केरल की सरकार को उनके लिए कुछ करने की फुर्सत है। यहां का किसान एंडोसल्फान इस दवाई का उपयोग करने के कारण बहुत ही गंभीर संकट में फंस गया। 50,000 से ज्यादा किसान जवानी आने से पहले बूढ़े हो गए। उनके शरीर में हर प्रकार की बीमारियों का घर कर गया और सारे देश में जब आवाज उठी इस दवाई के कारण किसानों की इतनी मुसीबत आई है, दिल्ली सरकार ने न दवाइयों पर बनाने वालों पर कोई कदम उठाए और न ही इन किसानों के लिए जो पैकेज घोषित किया था उस पैकेज को लागू किया और न ही उनकी भलाई के लिए कोई काम किया। ഈ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല. CPM ചുവന്ന കൊടിയുമായി നടക്കുമ്പോൾ കോൺഗ്രസ് തണ്ണിമത്തനെ പോലെയാണ്. പുറത്ത് പച്ചയും അകത്ത് ചുവപ്പുമാണെന്ന് മോദി പരിഹസിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനാണ് മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ അധ്യക്ഷത വഹിച്ചു. K സുരേന്ദ്രൻ, നളിൻ കുമാർ കട്ടീൽ, അൽഫോൺസ് കണ്ണന്താനം, V സതീഷ്, PC മോഹനൻ മാസ്റ്റർ, പ്രമീള C നായക്, M സഞ്ജീവ ഷെട്ടി, P സുരേഷ് കുമാർ ഷെട്ടി, അഡ്വക്കേറ്റ് K ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവർത്തകരുടെ ആവേശം അലകടലായി. മോഡി എത്തിയപ്പോൾ കാസർഗോഡ് കാവി കടലായി മാറി. നരേന്ദ്രമോദി കൺമുന്നിലെത്തിയപ്പോൾ പ്രവർത്തകരുടെ ഹൃദയത്തിൽ ആഹ്ലാദത്തിന്റെ 1000 താമരകളാണ് വിരിഞ്ഞത്. ചൊവ്വാഴ്ചയുടെ പുലരിയിൽ കാസർഗോഡിന് കാവി നിറമായിരുന്നു. തങ്ങളുടെ പ്രിയ നേതാവ് കാസർഗോഡിന്റെ മണ്ണിൽ കാലുകുത്തുന്നുവെന്ന വാർത്ത വന്നതു മുതൽ ഉള്ളിൽ അലയടിച്ച ആഹ്ലാദം ചൊവ്വാഴ്ച അണപൊട്ടി ഒഴുകുന്നതാണ് കണ്ടത്. നഗരത്തിന്റെ ഓരോ വീതിയും കാവിയാൽ അലങ്കൃതമായി. 9 മണിക്ക് മോഡിയെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിരാവിലെ തന്നെ പ്രവർത്തകർ ഒഴുകാൻ തുടങ്ങി. 8 മണി കഴിഞ്ഞതോടെ ദേശീയപാതയിൽ വാഹനങ്ങളുടെ ആധിക്യം കാരണം റോഡ് പലപ്പോഴും കനത്ത ട്രാഫിക് ജാമിലായി. ഇന്ത്യയിൽ അതീവ സുരക്ഷയുള്ള നേതാവിന്റെ വരവിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് കാസർഗോഡ് ഒരുക്കിയത്. ഓരോരുത്തരെയും കർശനമായ പരിശോധനയ്ക്ക് ശേഷമാണ് അകത്തേക്ക് കടത്തിവിട്ടത്. മോഡിയുടെ വരവ് ഇത്തിരി വൈകുമെന്നറിഞ്ഞപ്പോൾ പ്രവർത്തകരുടെ മുഖത്ത് കാത്തിരിപ്പിന്റെ നിരാശ. എന്നാൽ BJP നേതാക്കളായ രാധാകൃഷ്ണന്റെയും സ്നേഹലതയുടെയും തീപ്പൊരി പ്രസംഗങ്ങൾ അവരെ ആവേശത്തിമിർപ്പിലാക്കി. കടലുപോലെ നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഭാരത് മാതാക്കി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. രാധാകൃഷ്ണന്റെ പ്രസംഗം പൊടിപൊടിക്കുന്നതിനിടയിൽ ആകാശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹെലികോപ്റ്ററിന്റെ ചിത്രം തെളിഞ്ഞു. അതോടെ നിശബ്ദതയോടെ പ്രസംഗം കേട്ടിരുന്ന ജനം നമോ വിളിയാൽ ഇടകിമറിഞ്ഞു. ഗവൺമെന്റ് കോളേജിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതോടെ എല്ലാ കണ്ണുകളും മോഡി കടന്നുവരുന്ന വഴിയിലേക്കായി. 11:15 മോഡിയുടെ ബുള്ളറ്റ് പ്രൂഫ് വാഹനം സ്റ്റേജിനരികിൽ വന്നു നിന്നു. ഇന്ത്യയുടെ വീരനായകന് ഇതാ കാസർഗോഡിന്റെ മണ്ണ് സ്വാഗതം ചെയ്യുന്നുവെന്ന അനൗൺസ്മെന്റിനൊപ്പം മനോഹരമായ പശ്ചാത്തല സംഗീതവും ഒഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും ജനസാഗരം ഇടകിമറിയുന്നുണ്ടായിരുന്നു. വേദിയിലുള്ള നേതാക്കളോട് കുശലം പറഞ്ഞും ജനങ്ങളെ അഭിവാദ്യം ചെയ്തും മോഡി വേദിയുടെ രാജാവായി മാറി. സുരേന്ദ്രന്റെ പ്രസംഗത്തിനൊടുവിൽ മോഡി പ്രസംഗത്തിന് എഴുന്നേറ്റപ്പോൾ ജനസാഗരം വീണ്ടും ഇളകിമറിഞ്ഞു. എല്ലാവർക്കും എന്റെ വിശ്വാസംശകൾ എന്ന സംബോധനത്തോടെയാണ് പ്രസംഗം തുടങ്ങിയത്.
മോഡിയുടെ മലയാളം കേട്ടപ്പോൾ പ്രവർത്തകർ മതിമറന്നു. കന്നഡ ഭാഷക്കാർക്ക് വേണ്ടി കന്നഡയിൽ ശുഭാശംസകൾ എന്നുകൂടി പറഞ്ഞതോടെ വീണ്ടും നിലക്കാത്ത കയ്യടി. പിന്നീടങ്ങോട്ട് തനി മോഡി ശൈലിയിൽ കത്തിക്കാളുന്ന പ്രസംഗം. കോൺഗ്രസിനെതിരെയുള്ള രൂക്ഷ വിമർശനം തൊട്ട് എൻഡോസൾഫാനും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമെല്ലാം അതിൽ കടന്നുവന്നു. 15 മിനിറ്റിലേറെ നീണ്ടുനിന്ന പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് മോഡി തുടർച്ചയായി വന്ദേ വന്ദേ എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തകർ മാതരം മാതരം എന്ന് ഏറ്റുചൊല്ലി. പ്രസംഗം കഴിഞ്ഞ ഉടൻ മോഡി വേദി വിട്ടു. എന്നാൽ പൊള്ളുന്ന വെയിലിനെ തോൽപ്പിച്ച പ്രവർത്തകർ അപ്പോഴും ആവേശക്കടലിൽ നീന്തുകയായിരുന്നു. മനസ്സിൽ ആഹ്ലാദത്തിന്റെ താമര വിരിഞ്ഞ നിമിഷത്തിൽ അവർ പിന്നെയും ചൊല്ലി നമോ മോദി നമോ. എബി കുട്ടിയാനം, കാസർഗോഡ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് നരേന്ദ്രമോദി കാസർഗോഡ് എത്തിയത്. മോഡിയുടെ സന്ദർശനം കണക്കിലെടുത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങിയ ഗവൺമെന്റ് കോളേജ് മൈതാനത്തും പൊതുസമ്മേളനം നടന്ന മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുമെല്ലാം കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയത്. Z+ കാറ്റഗറി സുരക്ഷയാണ് മോദിക്ക് ഉണ്ടായത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഗുജറാത്ത് പോലീസ് എന്നിവർക്ക് പുറമെ 4 SP-മാരുടെ നേതൃത്വത്തിലുള്ള വൻ കേരള പോലീസ് സംഘവും സംരക്ഷണമൊരുക്കി. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, തൃശൂർ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് PA വത്സൻ, ക്രൈംബ്രാഞ്ച് SP TK രാജ്മോഹൻ, കോഴിക്കോട് ട്രാഫിക് SP VK അക്ബർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 250 പോലീസുകാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 5 DYSP-മാരും സുരക്ഷാ ചുമതല നിർവഹിക്കാൻ എത്തിയിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര സേനാ അംഗങ്ങളും ഉണ്ടായി. ദേശീയപാതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സേനാ അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. 10,000-കണക്കിന് വരുന്ന പ്രവർത്തകരെ മെറ്റൽ ഡിറ്റനേറ്റർ വഴിയാണ് അകത്തേക്ക് കടത്തിവിട്ടത്. സുരക്ഷ മുൻനിർത്തി പ്രവർത്തകർക്കായി കുടിവെള്ളം പാക്കറ്റുകളിലാക്കിയാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീപാറിയ പ്രചരണത്തിന് വിട. തെരഞ്ഞെടുപ്പ് ബഹളം കൊട്ടിക്കലാശിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. തീവ്രപ്രചാരണത്തിന് സമാപനം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. ഇരുമുന്നണികളും BJPയും കലാശക്കൊട്ട് നടത്തി. ഇടത് സ്ഥാനാർത്ഥി P കരുണാകരൻ പങ്കെടുക്കുന്ന കലാശക്കൊട്ട് പയ്യന്നൂരിലാണ് നടന്നത്. ഇടതുമുന്നണിയുടെ കലാശക്കൊട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്നു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T സിദ്ദീഖ് കാസർഗോഡ് ടൗണിലാണ് കലാശക്കൊട്ട് നടത്തിയത്. ഉദുമയിലും കലാശക്കൊട്ട് അരങ്ങേറി. വൈകുന്നേരം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രചാരണം നീങ്ങി. BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ കാഞ്ഞങ്ങാട്ടാണ് കലാശക്കൊട്ട് നടത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, BSPയുടെ അഡ്വക്കേറ്റ് ബഷീർ ആലടി, SDPയുടെ NU അബ്ദുസ്സലാം, തൃണമൂൽ കോൺഗ്രസിന്റെ അബ്ബാസ് മുതലപ്പാറ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അബൂബക്കർ സിദ്ദീഖ്, KK അശോകൻ, ഗോത്രമൂപ്പൻ, നെല്ലിക്കാടൻ കണ്ണൻ, കരുണാകരൻ കളരിപ്പുരയിൽ, കരുണാകരൻ പയങ്ങപ്പാടൻ, K മനോഹരൻ, PK രാമൻ എന്നിവരും വിവിധ സ്ഥലങ്ങളിൽ കലാശക്കൊട്ട് നടത്തി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് ഇരുമുന്നണികൾക്കും BJPക്കും വേണ്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തിയിരുന്നു. കലാശക്കൊട്ടിന് അകമ്പടിയായി നിരവധി വാഹനങ്ങളും പതാകകളും നഗരത്തിൽ പാറിക്കളിച്ചു. കാസർഗോഡ് നഗരത്തിൽ നടന്ന കലാശക്കൊട്ട് ആവേശകരമായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ തിരുവനന്തപുരം പറയും. ഇനി നിശബ്ദതയുടെ മണിക്കൂറാണ്. ഇനി വിജയത്തിലേക്കുള്ള അവസാന പ്രവർത്തനവുമായി അവർ കഠിന പരിശ്രമം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജയിക്കില്ലെന്നറിയാം, എങ്കിലും ജയിക്കുവാനുറച്ച് അവർ. ചെറുകിട സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം ശ്രദ്ധേയമായി. ജയനാഥ മാസികയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് വേറിട്ട അനുഭവമായി മാറിയത്.
ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, SDPIയിലെ NU അബ്ദുസലാം, തൃണമൂൽ കോൺഗ്രസിന്റെ അബ്ബാസ് മദരപ്പാറ, RMPയുടെ അശോകൻ, INL വിമതൻ, സിദ്ദിഖ് ചേരങ്കൈ എന്നിവരെല്ലാം തങ്ങളുടെ കാഴ്ചപ്പാടും പ്രതീക്ഷയും പങ്കുവെക്കാനൊത്തുകൂടി. കുടുംബത്തിന് 5-6 ഏക്കർ ജന്മിമാരുടെ ഇതായിരുന്നെങ്കിൽ പോലും ഒരു 5-6 ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. അതിൽ ഒരു പരമാവധി എനിക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, മറ്റു കുറേ ആൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തെന്ന് പോലും ഞാൻ നെഹ്റു കോളേജിലാണ് പോയത്. അവിടെ പിന്നെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. TA ഷാഫി, NA ഖാലിദ് പോവൽ തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി P കരുണാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഉളിയത്തടുക്കയിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. LDF INL മധൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഉളിയത്തടുക്ക ടൗണിൽ ആവേശം വിതറി നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം INL ദേശീയ സെക്രട്ടറി KP ഇസ്മായിൽ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആദർശധീരനായ MP ആയിരുന്നു കരുണാകരനെന്ന് KP ഇസ്മായിൽ പറഞ്ഞു. നല്ല ബുദ്ധിയുള്ള കാര്യം. ആ 900 കിട്ടാൻ പിന്നെ നമ്മൾ ബാങ്കിൽ അന്വേഷിച്ചല്ല, നമ്മൾ 900 ആ വ്യക്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ചെക്കൊക്കെ എഴുതി കൊടുത്ത് ലൈനായി ടോക്കണൊക്കെ വാങ്ങി വണ്ടി ചോർത്ത് രാവിലെ പോയിക്കാണ്ട് വൈകുന്നേരം വരെ നിന്ന് പൈസ വാങ്ങിപ്പോയി. അങ്ങനെ ദുരിതം അനുഭവിച്ച ആരെങ്കിലും പിന്നെ ഈ കോൺഗ്രസിൽ വോട്ട് ചെയ്താൽ പിന്നെ ഞാൻ പറഞ്ഞ ശരിയല്ലേ പോലെ നല്ല പരിശോധിക്കാം. വികസന തുടർച്ച ആഗ്രഹിക്കുന്നവർ LDFന് വോട്ട് ചെയ്യുമെന്നും 3ാം മുന്നണി ആശയം പ്രാവർത്തികമായാൽ രാജ്യത്ത് വൻ മാറ്റമുണ്ടാകുമെന്നും ഇസ്മായിൽ സാഹിബ് കൂട്ടിച്ചേർത്തു. PP ദിവ്യ, VK രാജൻ, ഭുജംഗ ഷെട്ടി, MK രവീന്ദ്രൻ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മറാഠി സംരക്ഷണ സമിതിയുടെ പിന്തുണ UDF സ്ഥാനാർത്ഥി T സിദ്ദിഖിന്. മറാഠി വിഭാഗത്തെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ UDF സർക്കാർ സ്വീകരിച്ച നിലപാടിനെ തുടർന്നാണ് T സിദ്ദിഖിന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് മറാഠി സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്രത്തിലെ UPA സർക്കാരും കേരളത്തിലെ UDF സർക്കാരും മറാഠി വിഭാഗത്തെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഏപ്രിൽ 2 ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കാസർഗോഡ് മത്സരിക്കുന്ന T സിദ്ദിഖിന് പിന്തുണ നൽകുവാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ P കരുണാകരനെയാണ് പിന്തുണച്ചത്. എന്നാൽ ഇത്തവണ T സിദ്ദിഖിന് പിന്തുണക്കുവാനാണ് തീരുമാനം. സംവരണ കാര്യത്തിൽ P കരുണാകരൻ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ബില്ല് പാസാക്കുന്നതിന് പരിശ്രമിച്ചത് UP അധ്യക്ഷ സോണിയാഗാന്ധി, AICC വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, വീരപ്പ മൊയ്ലി, പട്ടികജാതി വകുപ്പ് മന്ത്രി കിഷോർ ചന്ദ്രദേവ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, JPC അധ്യക്ഷൻ PC ചാക്കോ, കണ്ണൂർ MP K സുധാകരൻ എന്നിവരാണെന്നും മറാഠി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് താലൂക്കും അതുപോലെ തന്നെ ഹൊസ്ദുർഗ് താലൂക്കിലുള്ള കാസർഗോഡ് ജില്ലയിൽ പെടുന്ന മറാഠി സമുദായത്തിൻ്റെ ആൾക്കാർ ഈ പ്രാവശ്യം UDF അഭ്യർത്ഥിക്ക് വോട്ട് ചെയ്ത് UDF അഭ്യർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടി കേരള മറാഠി സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെ നേതാക്കന്മാരും മറാഠി സമുദായത്തിന് നൽകിയ പിന്തുണത്തിന് മറാഠി സമുദായത്തിൻ്റെ ആൾക്കാർ ഈ പ്രാവശ്യം കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥി T സിദ്ദീഖിൻ്റെ കൈപ്പത്തി അടിയാളത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മറാഠി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്യാം പ്രസാദ്, സെക്രട്ടറി N വിജയൻ, ട്രഷറർ മഹാലിംഗ നായിക്, മുൻ സംസ്ഥാന പ്രസിഡന്റ് രാമനായിക് നീർച്ചാൽ, എക്സിക്യൂട്ടീവ് അംഗം സോമപ്പ നായിക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജവാനി ദിവാനി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ചത്തൂരിൽ സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിന് ആവേശപൂർണമായ സമാപനം. മത്സരത്തിൽ എയർ ഇന്ത്യ ചാമ്പ്യന്മാരായി. കുഞ്ചത്തൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ 3 ദിവസങ്ങളിലായിരുന്നു കബഡി ലീഗ് മത്സരം നടന്നത്. ജില്ലാ കബഡി അസോസിയേഷന്റെ സഹകരണത്തോടെയായിരുന്നു കബഡി മത്സരം. ആവേശം അലതല്ലിയ മത്സരത്തിൽ ഇന്ത്യയിലെ തന്നെ വമ്പൻ ടീമുകളാണ് ഏറ്റുമുട്ടിയത്. ഫൈനൽ മത്സരത്തിൽ നാഗ്പുര റെയിൽവേയും എയർ ഇന്ത്യയുമാണ് കൊമ്പുകോർത്തത്. മെയ് വഴക്കത്തിന്റെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയ ഫൈനൽ മത്സരത്തിൽ 14 പോയിന്റിനെതിരെ 22 പോയിന്റ് നേടി നാഗ്പുര റെയിൽവേയെ എയർ ഇന്ത്യ തറ പറ്റിച്ചു. ബെസ്റ്റ് റൈഡർക്കുള്ള സ്വർണ്ണ മെഡൽ എയർ ഇന്ത്യയിലെ അജയ് താക്കൂർ സ്വന്തമാക്കി.
ദീപക് ഹൂഡിയാണ് ബെസ്റ്റ് ക്യാച്ചർ. മികച്ച ഓൾറൗണ്ടർക്കുള്ള സ്വർണ്ണ മെഡലിന് നാഗ്പൂർ റെയിൽവേയിലെ ശ്രീകാന്ത് അർഹനായി. നാടിന്റെ നാനാദിക്കിൽ നിന്നും കായിക പ്രേമികളായ ആയിരങ്ങളാണ് കബഡി മത്സരം കാണുവാൻ എത്തിയത്. സമാപന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് MP ഇസ്മയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിന് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. സംസ്ഥാന കബഡി അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ കുമാർ, ജില്ലാ കബഡി അസോസിയേഷൻ പ്രസിഡന്റ് AKM അഷ്റഫ്, വിശ്വാസ് മൊറേ, മുസഫ ഉദ്യാവര, സിറാജ് കുഞ്ചത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ ചുരുക്കത്തിൽ. ഭർത്തൃമതിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം കാളികാംബെ ക്ഷേത്രത്തിന് സമീപത്തെ ലിയാഖത്ത് അലിയുടെ ഭാര്യ നസീമയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഹൊസബട്ടു പാണ്ടിയിലുള്ള കിണറ്റിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് കാറടുക്ക സ്വദേശി മരിച്ചു. ചോക്കമൂലയിലെ ബാലകൃഷ്ണ പാട്ടാളിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം സുള്ളിയ സംഭാജിയിലായിരുന്നു അപകടം നടന്നത്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം 14-ന് തിങ്കളാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. മാതൃഭൂമി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 250-ലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ദുർഗ സ്കൂളിലായിരുന്നു പരിപാടി. ഞാനും കുടുംബവും സമൂഹവും എന്ന വിഷയത്തിലാണ് ചിത്രരചനാ മത്സരം നടത്തിയത്. 5 മുതൽ 18 വരെ വയസ്സുള്ള കുട്ടികളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം. മാതൃഭൂമി നന്മ കോർഡിനേറ്റർ ഷെരീഫ് മാടപ്പുറം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ B ശ്രീഹരി ഭട്ട്, മാതൃഭൂമി ഗൃഹലക്ഷ്മി വേദി പ്രവർത്തകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ K രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ചിത്രരചനാ മത്സരത്തിന്റെ ഫലം ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഭീകരവാദത്തിന്റെ നഴ്സറിയായി മാറിയിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി. കേരളത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളുടെ സൗഹൃദ മത്സരമാണെന്നും മോദി. നമോ വിളികൾക്കിടയിൽ പറന്നിറങ്ങി മോദി. കാവികടലായി കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം കുറിച്ചു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. ചെറിയ കണക്കുകൂട്ടലിൽ വലിയ സ്വപ്നങ്ങൾ. പ്രതീക്ഷയും ആവേശവും പങ്കുവച്ച് ചെറുകിട സ്ഥാനാർത്ഥികൾ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.